ഓം ഭദ്രകാളിയേ നമഃ. എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് വ്യാഴമാറ്റത്തെ പറ്റിയാണ്. മെയ് മാസം 15-ാം തീയതിയാണ് വ്യാഴമാറ്റം. വ്യാഴം എന്ന് പറയുന്നത് തന്നെ പ്രപഞ്ചത്തിൻ്റെ പൂർണ്ണ ശുഭഗ്രഹമാണ്. ഇപ്പോൾ ഇടവം രാശിയിലുള്ള വ്യാഴം ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്കാണ് രാശിമാറ്റം നടത്തുന്നത്. വ്യാഴത്തിൻ്റെ രാശിമാറ്റം 12 രാശികളിൽപ്പെട്ട ഒരു 7 രാശിക്കാരെ സംബന്ധിച്ച് അത്യുത്തമമായിട്ടുള്ള ഗുണഫലങ്ങളാണ് ലഭിക്കുന്നത്. ജീവിതത്തിലെ എല്ലാ കഷ്ടനഷ്ടങ്ങളിൽ നിന്നും ദുഃഖദുരിതങ്ങളിൽ നിന്നും മോചനം ലഭിച്ച് ജീവിതം രക്ഷപ്പെടുന്ന ഒരു 7 രാശിക്കാരുണ്ട്. വ്യാഴം അത്രമേൽ പൂർണ്ണ ശുഭഗ്രഹമാണ്. ഓരോ വ്യാഴമാറ്റവും പല രാശിക്കാരുടെയും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ, നന്മകളാണ് നൽകുന്നത്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ വ്യാഴദശ നടക്കുന്നവരുണ്ടോ ജാതകപ്രകാരം, അതല്ല മറ്റേതെങ്കിലും ഗ്രഹത്തിൻ്റെ ദശയിൽ വ്യാഴത്തിൻ്റെ അപഹാരമാണോ, വ്യാഴം നിങ്ങളുടെ ജാതകവശാൽ ശുഭനാണോ പാപനാണോ എന്നൊക്കെയൊന്ന് മനസ്സിലാക്കുക. എല്ലാ വീഡിയോയിലും പറയുന്നത് തന്നെ ഇവിടെയും വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്. ജനന ജാതകമെന്ന് പറയുന്നതിന് അത്രമേൽ പ്രാധാന്യമുണ്ടെന്ന് ഓരോ വ്യക്തികളും മനസ്സിലാക്കുക. യൂട്യൂബിലും മറ്റും പല രാശിഫലത്തെ മാത്രം അടിസ്ഥാനമാക്കി മുന്നോട്ട് പോകരുത്. ഒരേ രാശിയിൽ ജനിക്കുന്ന നക്ഷത്രങ്ങളിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യരുണ്ട്. നമ്മളൊരു രാശിയിൽ ഏത് ഗ്രഹത്തിൻ്റെ മാറ്റം പറഞ്ഞാലും, അത് ഗുണഫലം പറഞ്ഞാലും ദോഷഫലം പറഞ്ഞാലും, ആ രാശിയിൽ വരുന്ന എല്ലാ നക്ഷത്രങ്ങൾ ജനിച്ച എല്ലാവർക്കും ഒരുപോലെ ഗുണവും ദോഷവും അനുഭവത്തിൽ വരില്ല. ആ ഗുണഫലങ്ങൾ ലഭിക്കുന്നതിലും ദോഷഫലങ്ങൾ ലഭിക്കുന്നതിലും ഏറ്റക്കുറച്ചിലുകൾ അനുഭവത്തിലുണ്ടാകും. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, സ്വന്തം ജനന ജാതകപ്രകാരം നടക്കുന്ന ദശാകാലങ്ങൾ നമ്മളെ അത്രമേൽ സ്വാധീനിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ഒരു കാലം, ഈ ഒരു സമയം, വ്യാഴമാറ്റം നടക്കുന്ന ഈ ഒരു വർഷക്കാലം നിങ്ങളുടെ സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് ജാതകവശാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനൊരു പരിഹാരവും കൂടി ചെയ്ത് മുന്നോട്ട് പോയാൽ ഈ പറയുന്ന 7 രാശികളിൽപ്പെട്ട നക്ഷത്ര ജാതകർക്ക് ഏറ്റവും വലിയ ഗുണഫലങ്ങൾ, നന്മകളാണ് അനുഭവത്തിൽ ലഭിക്കുന്നത്. ഇനി ഏതൊക്കെ രാശിക്കാർക്കാണ് ഈ വ്യാഴമാറ്റം ഏറ്റവും ഗുണഫലങ്ങൾ നൽകുന്നത് എന്ന് നോക്കാം. ഇടവം രാശിക്കാരായ കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഈ ഒരു വ്യാഴമാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ, നന്മകൾ നൽകുന്ന ഒന്നാണ്. ഇടവം രാശിക്കാരെ സംബന്ധിച്ച് 2ാം ഭാവമായ ധനസ്ഥാനത്തേക്കാണ് വ്യാഴം വരുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ഇടവം രാശിക്കാർക്ക് സാമ്പത്തികപരമായിട്ടുള്ള പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ വിട്ടുമാറുന്ന ഒരു വർഷക്കാലമാണ്. അപ്രതീക്ഷിതമായിട്ട് ധനം നിങ്ങളുടെ കൈകളിൽ വന്നു ചേരും. എത്ര വലിയ സാമ്പത്തിക പ്രയാസങ്ങളോ കടബാധ്യതകളിൽ കൂടെ മുന്നോട്ട് പോകുന്നവരാണെങ്കിലും അതിനെയൊക്കെ പരിഹരിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോവുക. കടബാധ്യതകൾ, സാമ്പത്തിക പ്രയാസങ്ങൾ വിട്ടൊഴിയുക. ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നിങ്ങളുടെ കൈകളിൽ ഒരു സമ്പാദ്യം വന്നു ചേരുന്ന ഒരു സമയം. അങ്ങനെ സാമ്പത്തികപരമായുള്ള എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഈ ഒരു വ്യാഴമാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റി നൽകുന്ന തരത്തിലാകും അനുഭവങ്ങൾ വന്നു ചേരുക. നിങ്ങളുടെ കുടുംബത്തിൽ പല മംഗളകർമ്മങ്ങളും മംഗളകാര്യങ്ങളും നടക്കുന്ന ഒരു സമയമാകും ഈ ഒരു വർഷക്കാലം. പലരെയും സംബന്ധിച്ച് സ്വന്തമായി ഭൂമി, ഗൃഹയോഗം ഈ കാലഘട്ടത്തിൽ വന്നു ചേരും. അതുപോലെ തന്നെ മംഗളകരമായിട്ടുള്ള വിവാഹം നടക്കുന്ന ഒരു കാലഘട്ടവും ഒരു സമയവുമാണ്. അനുയോജ്യമായ ജീവിത പങ്കാളിയെ ലഭിക്കുന്ന ഒരു സമയം ഇടവം രാശിക്കാരെ സംബന്ധിച്ച്. നിങ്ങളുടെ വാക്കിന് തന്നെ മറ്റുള്ളവരുടെ ഇടയിൽ ഒരു മതിപ്പും വിലയും ലഭിക്കുന്ന ഏറ്റവും നല്ല കാലഘട്ടം, സമയമാണ്. സന്തോഷം, സമാധാനമൊക്കെ ലഭിക്കും. ഇടവം രാശിയിൽപ്പെട്ട കുടുംബ സ്ത്രീകളെയൊക്കെ സംബന്ധിച്ച് നിങ്ങളുടെ മനസ്സിലെ പല ആഗ്രഹങ്ങളും പൂർത്തീകരിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ് ഈ വ്യാഴത്തിൻ്റെ രാശിമാറ്റം ഇടവം രാശിയിൽപ്പെട്ട കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്ര ജാതകർക്ക് നൽകുന്നത്. അപ്രതീക്ഷിതമായിട്ട് മറഞ്ഞിരിക്കുന്ന പല ഗുണാനുഭവങ്ങളും നന്മകളും ഈ കാലഘട്ടത്തിൽ ഇടവം രാശിക്കാർക്ക് അനുഭവത്തിൽ വരും. ആരോഗ്യപരമായ പ്രയാസങ്ങളോ ആശുപത്രിവാസങ്ങളോ ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നവരാണ്. ആരോഗ്യസ്ഥിതി മോശമാണ്. അങ്ങനെ അതിനുവേണ്ട ചികിത്സകളൊക്കെ നടത്തുന്നവരാണെങ്കിൽ ആ ചികിത്സകളൊക്കെ പൂർണ്ണ ഫലത്തിൽ ലഭിക്കുകയും നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യം പൂർണ്ണമായി വീണ്ടും കിട്ടുന്ന ഒരു സമയം, പുത്തനുണർവും ഉന്മേഷവും ഒക്കെ ലഭിച്ച് ജീവിതത്തിൽ മുന്നേറാനുള്ള ഒരു സമയം ഈശ്വരൻ നൽകും. ഇടവം രാശിക്കാരെ സംബന്ധിച്ച് അത്രമേൽ സമയം വളരെ അനുകൂലമാണ് വ്യാഴമാറ്റം. അതുപോലെ നിങ്ങൾ മനസ്സിലാഗ്രഹിക്കുന്ന ഏത് കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിച്ചാലും അതിലൊക്കെ നിങ്ങൾക്കൊരു ഫലപ്രാപ്തി വന്നു ചേരുന്ന സമയമാണ്.
നിങ്ങളുടെ കൈകളിലേക്ക് വരുന്ന പണം അനാവശ്യ ചിലവുകൾ, പാഴ്ചിലവുകളൊക്കെ വിട്ടുമാറി നിങ്ങൾക്കതൊരു സമ്പാദ്യമാക്കി മാറ്റാൻ സാധിക്കുന്ന സമയം. പലരുടെയും ജീവിതത്തിൽ ഇടവം രാശിയിൽപ്പെട്ട പല വ്യക്തികളെയും സംബന്ധിച്ച് ഈ ഒരു വർഷക്കാലമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്ന ഒരു സമയം. മനസ്സിൽ ഏത് ആഗ്രഹമാണെങ്കിലും അതൊക്കെ പൂർത്തീകരിക്കപ്പെടുന്ന ഒരു സമയമാണ്. പലർക്കും ജീവിതത്തിൽ ഒരുപാട് വലിയ നേട്ടങ്ങൾ, നന്മകൾ, ഭാഗ്യാനുഭവങ്ങളാണ് ഈ ഒരു വ്യാഴമാറ്റം ഒരു വർഷക്കാലം ഇടവം രാശിക്കാർക്ക് നൽകുന്നത്. മറഞ്ഞിരിക്കുന്ന ഗുണഫലങ്ങൾ, നേട്ടങ്ങൾ, നന്മകളൊക്കെ വന്നു ചേരും. നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത പല വ്യക്തികളുമായിരിക്കും ഈ ഒരു സമയത്ത് നിങ്ങൾക്കൊരു അനുഗ്രഹമായിട്ടൊരു ആശ്വാസമായിട്ടൊരു സഹായമായിട്ട് വരുന്നതും. അങ്ങനെ അപ്രതീക്ഷിതമായി പലയിടത്തു നിന്നും പലതരത്തിലുള്ള സാമ്പത്തിക നേട്ടങ്ങൾ, ധനലാഭങ്ങളൊക്കെ വന്നു ചേർന്ന് നിങ്ങളുടെ മനസ്സിൽ കാലാകാലങ്ങളായി ഉണ്ടായിരുന്ന ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കുന്ന സമയമാണ് ഇടവം രാശിക്കാർക്ക്. ഈ ഒരു സമയം ഇടവം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളും നിങ്ങളുടെ ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോയാൽ വളരെ വളരെ ഉത്തമമാണ്. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ ഇടവം രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഈ വ്യാഴമാറ്റം നൽകുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി ചിങ്ങം രാശിക്കാരായ മകം, പൂരം, ഉത്രം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് വ്യാഴമാറ്റം അത്യുത്തമമാണ്. പലരും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾക്കിപ്പോൾ അഷ്ടമശനി നടക്കുന്ന സമയമല്ലേ, അപ്പോൾ ഈ വ്യാഴമാറ്റം എങ്ങനെയാണ് ഗുണഫലങ്ങൾ ലഭിക്കുന്നത് എന്നൊക്കെ പലരും ചോദിക്കുന്ന ഒരു ചോദ്യവുമാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അഷ്ടമശനി നിങ്ങൾക്ക് 2.5 വർഷക്കാലമാണ്. എന്നാൽ ആദ്യത്തെ ആ ഒരു വർഷക്കാലം, അഷ്ടമശനിയുടെ ആദ്യ ഒരു വർഷക്കാലം ചിങ്ങം രാശിക്കാർക്ക് ആ ദോഷം അനുഭവത്തിൽ വരില്ല. അതിന് പ്രധാന കാരണം വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം പ്രപഞ്ചത്തിൻ്റെ പൂർണ്ണശുഭൻ, നിങ്ങൾക്കും ഏറ്റവും പൂർണ്ണശുഭനായ ഗ്രഹമായ വ്യാഴം ഈ വരുന്ന ഒരു വർഷക്കാലം മെയ് മാസം 15 മുതൽ 2025 മെയ് മാസം 15 മുതൽ ഒരു വർഷക്കാലം സർവാഭീഷ്ട സ്ഥാനമായ 11ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കാലം ആരംഭിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വർഷക്കാലം വ്യാഴം എന്ന ഗ്രഹത്തിൻ്റെ അനുഗ്രഹം അത്രമേൽ നിങ്ങൾക്ക് ലഭിക്കുന്ന സമയം. നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു വർഷക്കാലം ജീവിതത്തിൽ അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ, നന്മകൾ, ഗുണഫലങ്ങൾ എല്ലാം നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്ന സമയമാണ്. ഈശ്വരാനുഗ്രഹം അത്രമേൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയം. പൂർവ്വപുണ്യസ്ഥാനത്തിൻ്റെ അധിപതിയാണ് വ്യാഴം ചിങ്ങം രാശിക്കാർക്ക്. അങ്ങനെയുള്ള വ്യാഴം 11ാം ഭാവമായ സർവാഭീഷ്ട സ്ഥാനത്ത് സഞ്ചരിക്കുമ്പോൾ ഈശ്വരാനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്ന സമയം. നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ആ ഒരു ഈശ്വരാനുഗ്രഹം കൊണ്ടൊരു പൂർണ്ണ ഫലപ്രാപ്തി വന്നു ചേരുന്ന ഒരു കാലം, ഒരു സമയമാണ്. നിങ്ങൾക്ക് ഈ ഒരു വർഷക്കാലം സ്വന്തമായിട്ടുള്ള ഭൂമി, ഗൃഹത്തിനൊക്കെയുള്ള യോഗം ചിങ്ങം രാശിയിൽപ്പെട്ട പല വ്യക്തികൾക്കും അനുഭവത്തിൽ വരും. ഭൂമി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിൽ കൂടെ മുന്നോട്ട് പോകുന്നവർക്ക് അതൊക്കെ വിട്ടുമാറും. ഭൂമി സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും വിട്ടുമാറും. ഭൂമി സംബന്ധമായിട്ടുള്ള ക്രയവിക്രയങ്ങളൊക്കെ നടക്കുന്ന സമയം. അതായത് ഒരു ഭൂമി വിറ്റ് കടബാധ്യതകൾ പരിഹരിക്കാൻ ആഗ്രഹിച്ച് മുന്നോട്ട് പോകുന്നവരാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായി പരിശ്രമിച്ചിട്ട് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു മെയ് 15 മുതൽ നിങ്ങൾക്ക് ആ ഭൂമി വിറ്റ് അതിൽ നിന്ന് ലഭിക്കുന്ന പണം കൊണ്ട് പല പ്രശ്നങ്ങളും പരിഹരിച്ച് ജീവിതത്തിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുക. അതുപോലെ പൂർവികപരമായിട്ട് ലഭിക്കേണ്ട ഭൂമി കൈകളിലേക്ക് വന്നു ചേരുന്ന ഒരു സമയവുമാണ്. അങ്ങനെ ഭൂമി മൂലം നന്മ ലഭിക്കുന്ന ഒരു കാലമാണ് ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച്. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, ആശുപത്രിവാസങ്ങൾ, രോഗദുരിതങ്ങളിൽ നിന്ന് മുക്തി ലഭിക്കുന്ന കാലഘട്ടം. ശരീരത്തിനൊക്കെ പൂർണ്ണ ആരോഗ്യം ലഭിക്കുക, നിങ്ങൾ നടത്തി വരുന്ന ചികിത്സകൾ ഫലത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന സമയം. അങ്ങനെ ഒരുപാട് നന്മകൾ, നേട്ടങ്ങളാണ് ഈ ഒരു വർഷക്കാലം ചിങ്ങം രാശിക്കാർക്ക് അനുഭവത്തിൽ വരുന്നത്. കാലാകാലങ്ങളായിട്ടുണ്ടായിരുന്ന മനസ്സിലെ ആഗ്രഹം, സ്വന്തമായൊരു വീട് വേണമെന്നുള്ള ആഗ്രഹം, അത് ഈ വർഷക്കാലം പലർക്കും അനുഭവത്തിൽ വരും. സ്വന്തമായി ഭൂമി, എല്ലാ നന്മകളും ഈ കാലഘട്ടത്തിൽ ചിങ്ങം രാശിക്കാർക്ക് അനുഭവത്തിൽ വരുന്ന ഒരു സമയമാണ്. സന്താനഭാഗ്യത്തിനായി കാത്തിരിക്കുന്ന ചിങ്ങം രാശിക്കാരുണ്ടെങ്കിൽ ഈ കാലഘട്ടത്തിൽ സന്താന ഭാഗ്യം നിങ്ങൾക്ക് വന്നു ചേരും. അതുപോലെ ചിങ്ങം രാശിക്കാരായ മാതാപിതാക്കളെ സംബന്ധിച്ച് നിങ്ങളുടെ കുട്ടികളുടെ കാര്യത്തിലുണ്ടായിരുന്ന ആശങ്ക, ബുദ്ധിമുട്ടുകളൊക്കെ വിട്ടുമാറി നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ നിങ്ങളുടെ കുട്ടികൾക്ക് ജീവിതത്തിൽ നല്ല ഉയർച്ച, നല്ല ഉയർന്ന വിദ്യാഭ്യാസം, ഉയർന്ന ജോലി, വിദേശ പഠനം, വിദേശ ജോലിയൊക്കെ ലഭിക്കുന്ന സമയവും, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളുടെ കുട്ടികൾക്ക് നല്ല മംഗല്യ ഭാഗ്യം വന്നു ചേരുന്ന ഒരു സമയവുമാണ്. അതുപോലെ നിങ്ങളുടെ കുട്ടികളാൽ നിങ്ങൾക്ക് ചിങ്ങം രാശിക്കാരായ മാതാപിതാക്കൾക്ക് ഒരുപാട് നന്മകൾ, നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു സമയവുമാണ്. 11ാം ഭാവമായ സർവാഭീഷ്ട സ്ഥാനത്ത് വ്യാഴം സഞ്ചരിക്കുന്ന സമയം നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കും. ആഗ്രഹ സാഫല്യം ലഭിക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾക്കുണ്ടായിരുന്ന അനാവശ്യ ചിലവുകൾ, പാഴ്ചിലവുകളൊക്കെ വിട്ടുമാറി നിങ്ങൾക്ക് വേണ്ടി ഒരു ചെറുതാണെങ്കിലും ഒരു ധനസമ്പാദനം, ഒരു സേവിങ്സ് ഒക്കെ ലഭിക്കുന്ന ഒരു സമയവുമാണ്. ഈ ഒരു വർഷക്കാലം ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ, നന്മകൾ വന്നു ചേരും. അതുപോലെ വിവാഹ കാര്യങ്ങളുണ്ടായിരുന്ന തടസ്സങ്ങൾ, പ്രയാസങ്ങൾ വിട്ടുമാറി അനുയോജ്യകരമായ മംഗളകരമായ വിവാഹം നടക്കുന്ന ഒരു സമയവുമാണ് ഈ ഒരു വർഷക്കാലം. 11ാം ഭാവത്തിൽ
വ്യാഴം സഞ്ചരിക്കുന്ന ഈ ഒരു സമയം ചിങ്ങം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ അത്രമേൽ വലിയ മാറ്റങ്ങൾ, നേട്ടങ്ങൾ, ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും. ചിങ്ങം രാശിയിൽപ്പെട്ട കുടുംബ സ്ത്രീകളെയൊക്കെ സംബന്ധിച്ച് കുടുംബത്തിൽ മംഗളകാര്യങ്ങൾ നടക്കുക, നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് കുടുംബത്തിൽ ഒരുപാട് നല്ല മാറ്റങ്ങൾ അനുഭവത്തിൽ വരുന്ന സമയം ഒക്കെയാണ്. ജീവിതത്തിൽ നല്ല നല്ല മാറ്റങ്ങൾ, നന്മകൾ വന്നു ചേരും. ദാമ്പത്യ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്ന സമയം. ദാമ്പത്യ കുടുംബജീവിതത്തിൽ ഒരു സന്തോഷം, സമാധാനം, സുഖം നിങ്ങൾക്ക് ലഭിക്കും. എല്ലാ തരത്തിലും ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ച് മാനസികമായും ശാരീരികമായും ഒരു സമാധാനം, സുഖം, സന്തോഷം വന്നു ചേർന്ന് ജീവിതത്തിൽ ഒരുപാട് നന്മകൾ, നേട്ടങ്ങളാണ് ഈ ഒരു കാലഘട്ടത്തിൽ ചിങ്ങം രാശിക്കാർക്ക് അനുഭവത്തിൽ വരിക. ഈ ഒരു വ്യാഴത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നിങ്ങൾക്കത് ലഭിക്കും എന്നുള്ളതാണ്. ഈ ഒരു സമയം ചിങ്ങം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളും നിങ്ങളുടെ സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് ജാതകവശാൽ നടക്കുന്ന സമയവും കാലവും ഒക്കെ മനസ്സിലാക്കി ജാതകത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനൊരു പരിഹാരം കൂടെ ചെയ്ത് മുന്നോട്ട് പോയാൽ ഉത്തമമായിരിക്കും. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ ചിങ്ങം രാശിയിൽപ്പെട്ട മകം, പൂരം, ഉത്രം നക്ഷത്രത്തിൽ ജനിച്ച നിങ്ങൾക്ക് ഈ വ്യാഴമാറ്റം സർവ്വ ഐശ്വര്യങ്ങളും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി തുലാം രാശിക്കാരായ ചിത്തിര, ചോതി, വിശാഖം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് വ്യാഴമാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം നൽകുന്ന ഒരു വർഷക്കാലമായിട്ടാണ് മാറുന്നത്. പ്രധാനമായിട്ടും അഷ്ടമ വ്യാഴം നിങ്ങൾക്ക് വിട്ടുമാറി വ്യാഴം ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്ന സമയത്തിൻ്റെ ആരംഭമാണ്. ഈയൊരു വർഷക്കാലം നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ, നന്മകൾ, ഗുണഫലങ്ങൾ, നേട്ടങ്ങളാണ് അനുഭവത്തിൽ വരുന്നത്. ഭാഗ്യം എന്ന് പറയുന്നത് തന്നെയാണ് ഈശ്വരാനുഗ്രഹവും. നിങ്ങളെ സംബന്ധിച്ച് ആദ്യം നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്നത് നിങ്ങളുടെ മനസ്സിനുണ്ടാകുന്ന ഒരു മാറ്റമാണ്. നിങ്ങളുടെ മനസ്സിനെ അലട്ടിയിരുന്ന അല്ലെങ്കിൽ ആശയക്കുഴപ്പത്തിലാക്കിയിരുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, വിഷമതകളൊക്കെ വിട്ടുമാറി നിങ്ങളുടെ മനസ്സിനെ മൂടിക്കെട്ടിയിരുന്ന ആ കാർമേഘം പൂർണ്ണമായി മാറി നിങ്ങളുടെ മനസ്സിന് നല്ലൊരു തെളിച്ചം, ഒരു സമാധാനം ലഭിക്കുന്ന ഒരു സമയമാണ്. ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും അതൊക്കെ നിങ്ങളെ വിട്ട് പൂർണ്ണമായി മാറും എന്നുള്ളതാണ് ഈ വ്യാഴമാറ്റം നിങ്ങൾക്ക് തരുന്ന ഏറ്റവും വലിയൊരു സൗഭാഗ്യമെന്ന് പറയുന്നത്. അത്രമേൽ ആത്മവിശ്വാസം, ശുഭാപ്തി വിശ്വാസമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുവാൻ പോകുന്നത്. അങ്ങനെയുള്ളൊരു ശുഭാപ്തി വിശ്വാസം, ആത്മവിശ്വാസം ലഭിക്കുന്ന തരത്തിൽ നല്ല നല്ല ഗുണാനുഭവങ്ങളും വന്നു ചേരും. തുലാം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഈ വ്യാഴമാറ്റം എടുത്തു കളയുന്ന ചില പ്രധാന കാര്യങ്ങളുണ്ട്. ഒന്ന്, കടബാധ്യതകൾ. എത്ര വലിയ കടബാധ്യതകൾ, പ്രയാസങ്ങളിൽ കൂടെ മുന്നോട്ട് പോകുന്നവരാണെങ്കിലും ഈ ഒരു വർഷക്കാലം ഈ വ്യാഴമാറ്റം സംഭവിക്കുന്നതോടുകൂടി ആ കടബാധ്യതകളിൽ നിങ്ങൾക്ക് മോചനം ലഭിക്കും. കടബാധ്യതകളെ പരിഹരിക്കത്തക്ക തരത്തിലുള്ള ഒരു ധനവരവ്, സാമ്പത്തിക അഭിവൃദ്ധി നിങ്ങൾക്ക് ലഭിക്കുന്ന സമയം. രോഗദുരിതങ്ങൾ, ആശുപത്രിവാസങ്ങളിൽ കൂടെ മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറി നിങ്ങളുടെ ശരീരത്തിന് പൂർണ്ണ ആരോഗ്യം, ആശുപത്രിവാസങ്ങൾ, രോഗദുരിതങ്ങളിൽ നിന്ന് മുക്തിയാണ് വ്യാഴം നൽകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഗുണഫലം. നിങ്ങളുടെ ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ അല്ലെങ്കിൽ കുടുംബത്തിൽ, സ്വന്തം ബന്ധങ്ങളുടെ ഇടയിലൊക്കെ നേരിട്ട് കൊണ്ടിരുന്ന അനാവശ്യമായ എതിർപ്പുകൾ, ശത്രുതകളൊക്കെ പൂർണ്ണമായി വിട്ടുമാറി നിങ്ങളുടെ കർമ്മ മേഖല, നിങ്ങൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിലൊക്കെ നല്ല രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ഏതെങ്കിലും തരത്തിലുള്ള കേസ്, വഴക്കുകൾ, കോടതി വ്യവഹാരങ്ങളിൽ കൂടെ മുന്നോട്ട് പോകുന്നവരാണ്, അതുമൂലം മനോവേദന, മനോവിഷമം, അലച്ചിലുകൾ അനുഭവിക്കുന്നവരാണെങ്കിൽ അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറി ആ കേസ്, വഴക്കുകൾ പലതും നിങ്ങൾക്ക് അനുകൂലമാവുക അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ മുക്തരാകുന്ന ഏറ്റവും നല്ല കാലഘട്ടം, നല്ല സമയമാണ്. തുലാം രാശിക്കാരെ സംബന്ധിച്ച് ജീവിതത്തിൽ ഭാഗ്യാനുഭവം, ഈശ്വരാനുഗ്രഹം ധാരാളമുണ്ടായി ഒരുപാട് നല്ല നേട്ടങ്ങൾ, ഗുണഫലങ്ങളാണ് ഈ ഒരു കാലഘട്ടം, ഈ ഒരു സമയം വ്യാഴം നിങ്ങൾക്ക് നൽകുന്നത്. ഭാഗ്യാധിപതിയായ ബുധൻ്റെ രാശിയായ മിഥുനത്തിലേക്കാണ് വ്യാഴം നിങ്ങൾക്ക് വരുന്നത്. അപ്പോൾ അപ്രതീക്ഷിതമായ ധനനേട്ടങ്ങൾ, ധനലാഭങ്ങൾ, നന്മകളൊക്കെ വന്നു ചേരും. നിങ്ങൾക്ക് ഏത് കാര്യങ്ങൾക്ക് വേണ്ടിയും ധൈര്യമായി പരിശ്രമിക്കാം. പരിശ്രമിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ആ ഒരു ഭാഗ്യാനുഭവം, ഈശ്വരാനുഗ്രഹം കൊണ്ട് പൂർണ്ണ ഫലസിദ്ധി, ഫലപ്രാപ്തിയാണ് നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്നത്. തുലാം രാശിക്കാരുടെ ജീവിതത്തിലെ ഏറ്റവും വളരെ വിശേഷപ്പെട്ട പ്രാധാന്യമർഹിക്കുന്ന ഒരു വർഷക്കാലമാണ് അഷ്ടമ വ്യാഴം വിട്ടുമാറി വ്യാഴം ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്നതും. അതായത് ഭാഗ്യാധിപതി കൂടിയായ നിങ്ങളുടെ ബുധൻ്റെ രാശിയായ മിഥുനത്തിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ ഗുണഫലങ്ങൾ ഇരട്ടിയായിട്ട് നിങ്ങൾക്ക് വന്നു ചേരുകയും ചെയ്യും. ഈ കാലഘട്ടത്തിൽ തുലാം രാശിക്കാർക്ക് ഭാഗ്യാനുഭവം എന്ന് പറയുന്നത് പലർക്കും ആഗ്രഹിക്കുന്ന ജോലി ലഭിക്കും, നല്ല മംഗല്യഭാഗ്യമുണ്ടാകും, ആരോഗ്യത്തിൽ മാറ്റങ്ങളുണ്ടാകും. അതുപോലെ തന്നെ ഒരുപാട് നേട്ടങ്ങൾ, ഗുണഫലങ്ങൾ, സ്വന്തമായി ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുന്ന ഒരു സമയവും കാലവുമാണ്. ഈ ഒരു സമയത്തെ തുലാം രാശിക്കാർ പരമാവധി പ്രയോജനപ്പെടുത്തുക. ഈ ഒരു സമയം തുലാം രാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ആ സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകുന്ന ഉത്തമമാണ്. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ തുലാം രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും
ഈ ഒരു വ്യാഴമാറ്റം സർവൈശ്വര്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും ധനധാന്യ സമ്പൽ സമൃദ്ധിയും എല്ലാ സൗഭാഗ്യങ്ങളും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി ധനുരാശിക്കാരായ മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്ര ജാതകർക്ക് ഈ ഒരു വ്യാഴമാറ്റം അത്യുത്തമമാണ്. കഴിഞ്ഞ ഒരു വർഷക്കാലമായി ആ ഒരു വ്യാഴമാറ്റം ഒരുപാട് പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ നൽകിയ രാശിക്കാരാണ് ധനുരാശിക്കാർ. പലർക്കും കഴിഞ്ഞ ഒരു വർഷക്കാലത്തിൽ ഒരുപാട് കടബാധ്യതകൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അതുപോലെ തന്നെ ജോലി, കർമ്മം, ബിസിനസ് സംബന്ധമായിട്ടുള്ള പലതരത്തിലുള്ള പരാജയങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പലരെയും സംബന്ധിച്ച് അപ്രതീക്ഷിതമായിട്ടുണ്ടായ വാഹന അപകടങ്ങൾ, ആശുപത്രിവാസങ്ങൾ, രോഗദുരിതങ്ങൾ, ചിലരെ സംബന്ധിച്ച് കേസ്, വഴക്കുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അകപ്പെട്ടിരുന്ന അവസ്ഥയുണ്ട്. ഇങ്ങനെയുള്ള എല്ലാവിധത്തിലുള്ള പ്രശ്നങ്ങളും ധനുരാശിക്കാരെ സംബന്ധിച്ച് ഈ വ്യാഴമാറ്റം ഒരുപാട് നല്ല നേട്ടങ്ങൾ, മാറ്റങ്ങൾ നൽകും. കഴിഞ്ഞ കാലഘട്ടത്തിൽ അനുഭവിച്ച എല്ലാ പ്രയാസങ്ങളും, പ്രതിസന്ധികളും പൂർണ്ണമായിട്ട് വിട്ടുമാറുന്ന തരത്തിലാണ് ഈ ഒരു വ്യാഴമാറ്റക്കാലം നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്നത്. കഴിഞ്ഞ ഒരു വർഷക്കാലമായി ധനുരാശിക്കാരായ മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ച പലർക്കും ദാമ്പത്യ കുടുംബജീവിതത്തിൽ പലതരത്തിലുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവത്തിൽ വന്നവരുണ്ട്. പലരെയും സംബന്ധിച്ച് കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഭാര്യാഭർത്താക്കന്മാർ 2 വീടുകളിലായിട്ട് കഴിയുന്ന ഒരവസ്ഥ, ഒരു വേർപിരിവിൻ്റെ വക്കിൽ വരെ എത്തി നിൽക്കുന്ന പലരുമുണ്ട്. ഈ ഒരു വ്യാഴമാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ, നന്മകളാണ് നൽകുന്നത്. പ്രത്യേകിച്ച് ദാമ്പത്യ കുടുംബജീവിതത്തിലുണ്ടായിരുന്ന പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ വിട്ടുമാറി നിങ്ങൾക്ക് പല കാര്യങ്ങളും പരസ്പരം പറഞ്ഞ് പരിഹരിച്ച് രമ്യതയിൽ മുന്നോട്ട് പോകുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. ആ ദാമ്പത്യ ജീവിതത്തിൽ വീണ്ടും ഒരു സന്തോഷം, സമാധാനം, ഒരു ഐക്യം നിങ്ങൾക്ക് ലഭിക്കുന്ന സമയം. അതുപോലെ വിവാഹ കാര്യങ്ങളുണ്ടായിരുന്ന തടസ്സം, കാലതാമസം, പ്രയാസങ്ങൾ വിട്ടുമാറി നിങ്ങൾക്ക് അനുയോജ്യമായ മംഗളകരമായ നല്ലൊരു വിവാഹം നടക്കുന്ന സമയം. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങൾക്ക് ലഭിക്കാതിരുന്ന ഒരു സുഖാനുഭവം, ഒരു നന്മകൾ ഈ കാലഘട്ടത്തിൽ ധനുരാശിയിൽപ്പെട്ട ഓരോ വ്യക്തികൾക്കും വ്യാഴം നൽകും. 7ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ അത് നിങ്ങൾക്ക് കേന്ദ്രഭാവമായിട്ടാണ് വരുന്നത്. അപ്പോൾ വ്യാഴം നിങ്ങളെ സംബന്ധിച്ച് സുഖസ്ഥാനത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹമായതുകൊണ്ട് നിങ്ങൾക്ക് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ലഭിക്കാതിരുന്ന മാനസികവും ശാരീരികവുമായ ഒരു സുഖം, ഒരു സമാധാനം, സന്തോഷം ഈ കാലഘട്ടങ്ങളിൽ വ്യാഴം നിങ്ങൾക്ക് നൽകും. നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളിലുണ്ടായിരുന്ന തടസ്സങ്ങൾ, പ്രയാസങ്ങളൊക്കെ വിട്ടുമാറി നിങ്ങൾ പരിശ്രമിച്ചാൽ ആ പരിശ്രമങ്ങൾക്ക് ഒരു പൂർണ്ണ ഫലപ്രാപ്തി ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഉള്ളവരാണെങ്കിൽ അതൊക്കെ നിങ്ങളെ വിട്ടുമാറും. നിങ്ങളുടെ ശരീരത്തിന് തന്നെ ഒരു ആരോഗ്യം ലഭിക്കും. അതുപോലെ ധനുരാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ മാതാവിൻ്റെ ആരോഗ്യകാര്യങ്ങളിൽ വളരെ നല്ല മാറ്റങ്ങൾ, പുരോഗതി വരിക, അതുപോലെ മാതാവിനെ കൊണ്ട് നിങ്ങൾക്ക് ഗുണഫലങ്ങൾ ലഭിക്കുക, നിങ്ങളാൽ നിങ്ങളുടെ മാതാവിന് നല്ല നേട്ടങ്ങൾ, ഗുണഫലങ്ങൾ ലഭിക്കുക, ഇങ്ങനെയുള്ളൊരു സമയവും കൂടിയാണ്. ഗൃഹം സംബന്ധിച്ച്, അതായത് ഇപ്പോൾ വസിച്ചുകൊണ്ടിരിക്കുന്ന ഭവനം, ഗൃഹം ഒന്ന് പുതുക്കി പണിയണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അതിനൊക്കെ ഒരു സമയം, കാലമൊക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ്. അപ്പോൾ ധനുരാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾ മനസ്സിലാഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് സാക്ഷാത്കരിക്കപ്പെടുന്ന സമയമാണ് ഈ വ്യാഴമാറ്റം നൽകുന്നത്. ഈശ്വരാനുഗ്രഹമുണ്ട്. ഈ ഒരു സമയത്തെ നിങ്ങൾ പരമാവധി ഒന്ന് പ്രയോജനപ്പെടുത്തി തന്നെ മുന്നോട്ട് പോകണം. അർദ്ധാഷ്ടമ ശനിയുടെ ഒരു കാലഘട്ടമാണെങ്കിൽ കൂടിയും വ്യാഴം ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് കേന്ദ്രഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ഒരുപാട് നല്ല നേട്ടങ്ങൾ, നന്മകൾ, മാറ്റങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും. ഈ ഒരു സമയം ധനുരാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളും നിങ്ങളുടെ സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് വ്യാഴദശ നിങ്ങൾക്ക് നടക്കുന്നുണ്ടോ, അങ്ങനെ വ്യാഴത്തിൻ്റെ സ്ഥാനവും ഭാവവും ഒക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന ഉത്തമമാണ്. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ ധനുരാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ വ്യാഴമാറ്റം എല്ലാ ഐശ്വര്യങ്ങളും ഗുണഫലങ്ങളും നൽകുമാറാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മകരം രാശിക്കാരായ ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രജാതകരെ സംബന്ധിച്ച് വ്യാഴമാറ്റം അത്യുത്തമമാണ്. പലർക്കും ഉള്ളൊരു സംശയം, പലരും ചോദിക്കുന്ന ഒന്നാണ്, വ്യാഴം ഞങ്ങൾക്ക് 6ാം ഭാവത്തിലേക്കല്ലേ വരുന്നത്? അപ്പോൾ 6ാം ഭാവത്തിൽ വരുന്ന വ്യാഴം അത്രമേൽ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകളല്ലേ നൽകുന്നത്? അപ്പോൾ വ്യാഴം 6ൽ നിന്നാൽ ഒരുപാട് പ്രശ്നങ്ങൾ, പ്രതിസന്ധികളല്ലേ എന്നൊക്കെയുള്ള ചോദ്യം പലർക്കുമുണ്ട്. വ്യാഴമെന്ന് പറയുന്ന ഗ്രഹം മകരം രാശിക്കാരായ നിങ്ങൾക്കൊരു ശുഭഗ്രഹമല്ല എന്ന് മനസ്സിലാക്കുക. അതൊരു പാപഗ്രഹമാണ്. വ്യാഴം പ്രപഞ്ചത്തിന് ശുഭനാണെങ്കിലും മകരം രാശിക്കാരായ നിങ്ങൾക്ക് പാപനാണ്. പാപനായ വ്യാഴം 6ൽ മറയുകയാണ് ചെയ്യുന്നത്. അതാണ് നിങ്ങൾക്ക് ഉത്തമം. 6ാം ഭാവമെന്ന് പറയുന്നത് ഒരു ഉപജയസ്ഥാനമാണ്. വ്യാഴം നിങ്ങൾക്ക് നൽകുന്നത് തന്നെ രോഗങ്ങൾ, ദുരിതങ്ങൾ, ശത്രുതകൾ, കടങ്ങൾ, ബാധ്യതകൾ, അങ്ങനെ എല്ലാ പാപങ്ങളും നിങ്ങൾക്ക് നൽകുന്ന ഗ്രഹമാണ് വ്യാഴം. ആ വ്യാഴം 6ാം ഭാവമെന്ന് പറയുന്നതും, ഉപജയസ്ഥാനത്തിലെ 6ാം ഭാവം ഒരു രാശിക്ക് നൽകുന്നതും ഈ ദോഷഫലങ്ങളാണ്.
അപ്പോൾ ഈ ദോഷഫലങ്ങൾ നൽകുന്ന 6-ാം ഭാവത്തിൽ പാപനായിട്ടുള്ള ഒരു രാശിക്ക് പാപനായിട്ടുള്ള ഗ്രഹം വരുമ്പോൾ ആ ഗ്രഹം അവിടെ മറയ്ക്കപ്പെടും. അത് 6-ാം ഭാവം എന്ന് പറയുന്നത് ഒരു ഉപജയസ്ഥാനവുമാണ്. അങ്ങനെ വരുമ്പോൾ ആ ഗ്രഹം എന്താണോ നിങ്ങൾക്ക് നൽകേണ്ട ഫലങ്ങൾ അതിന് നേർ വിപരീത ഫലം നൽകും. അതാണ് ശാസ്ത്രം. അങ്ങനെ വരുമ്പോൾ മകരം രാശിക്കാർക്ക് ഏറ്റവും ദോഷം നൽകുന്ന ഗ്രഹമായ വ്യാഴം 6-ൽ മറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാ കഷ്ടനഷ്ടങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും അവിടെ മറയ്ക്കപ്പെടുന്നു. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്നില്ല എന്നുള്ളതാണ് പരമമായ സത്യം. 6-ാം ഭാവത്തിൽ വ്യാഴം മറയുമ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ മനസ്സിനെ അലട്ടിയിരുന്ന, ആശയക്കുഴപ്പത്തിലാക്കിയിരുന്ന, പ്രയാസങ്ങൾ നൽകിയിരുന്ന, അതായത് നിങ്ങളുടെ മനസ്സിൻ്റെ സ്വസ്ഥത നശിപ്പിച്ചിരുന്ന എന്താണോ അത് ഓരോ വ്യക്തിയെയും സംബന്ധിച്ച് പല കാര്യങ്ങളായിരിക്കും അവരവരുടെ ജീവിതത്തിൽ അവരുടെ മനസ്സിൻ്റെ സ്വസ്ഥത, സുഖം, സന്തോഷം നശിപ്പിക്കുന്ന കാര്യം. അതെന്തായാലും അതൊക്കെ പൂർണ്ണമായിട്ട് നിങ്ങളെ വിട്ടുമാറി നിങ്ങളുടെ മനസ്സിന് തന്നെ ഒരു തെളിച്ചം ലഭിക്കുന്ന കാലഘട്ടം, മനസ്സിന് ഒരു സന്തോഷം, സുഖം, സമാധാനം ലഭിക്കുന്ന തരത്തിൽ നല്ല നല്ല അനുഭവങ്ങളാണ് ഈ വ്യാഴമാറ്റം നൽകുന്നത്. നിങ്ങളുടെ മനസ്സിന് ആത്മവിശ്വാസം നൽകും. ജീവിതത്തിൽ മുന്നേറാൻ പറ്റുന്ന ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ അനുഭവത്തിൽ വരും. അങ്ങനെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ജീവിതത്തിന് അടിത്തറ നൽകുന്ന തരത്തിലാണ് ഈ വ്യാഴമാറ്റം അനുഭവത്തിൽ വരുന്നത്. അപ്രതീക്ഷിതമായ ഒരുപാട് ചിലവുകൾ നിങ്ങൾക്ക് വന്നു ചേരുന്ന ഒരു വർഷക്കാലമാണ് ഇത്, ഈ വ്യാഴമാറ്റം. ഈ ചിലവുകളൊക്കെ നിങ്ങൾക്ക് ശുഭച്ചിലവുകളായിട്ടായിരിക്കും വന്നു ചേരുക. ചിലവുകൾ വരണമെങ്കിൽ ധാരാളം പണവരവ്, ധനവരവും ഉണ്ടാകണം. ഈ ഒരു വർഷക്കാലം മകരം രാശിയിൽപ്പെട്ട പലരും നിങ്ങൾക്ക് സ്വന്തമായി ഭൂമി വാങ്ങുന്നത് ഈ ഒരു വർഷക്കാലമാകും. ഒരു ഗൃഹനിർമ്മാണം ആരംഭിച്ച് പൂർത്തിയാക്കി ഗൃഹപ്രവേശം നടത്തുന്ന ഈ ഒരു കാലഘട്ടമാകും. വിദേശ ജോലിക്ക് ഒരുപാട് കാലങ്ങളെ ആഗ്രഹിച്ചിരുന്ന വിദേശ ജോലിക്ക് പോകുന്ന ഒരു വർഷക്കാലം ഇതാണ്. നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന വണ്ടി വാഹനങ്ങൾ നിങ്ങളിലേക്ക് വരുന്ന സമയം ഇതാണ്. അതുപോലെ മംഗളകരമായിട്ടുള്ള വിവാഹം നടത്തുക, അതും ഒരു ശുഭച്ചിലവാണ്. ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഒരു വർഷക്കാലമാണ് ഈ ഒരു വ്യാഴമാറ്റം നിങ്ങൾക്ക് നൽകുന്നത്. അതുപോലെ കാലാകാലങ്ങളെ ആഗ്രഹിച്ചിരുന്ന ഒരു പുണ്യസ്ഥലങ്ങൾ, ഒരു തീർത്ഥാടന കേന്ദ്രങ്ങൾ, ക്ഷേത്രങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ മകരം രാശിക്കാരായ ഒരല്പം പ്രായമുള്ള വ്യക്തികൾക്കൊക്കെ നിങ്ങളുടെ ആഗ്രഹ സാഫല്യം പൂർത്തീകരിക്കുന്ന തരത്തിൽ അനുഭവങ്ങൾ ലഭിക്കും. അതായത് നിങ്ങൾ ആഗ്രഹിച്ച പുണ്യക്ഷേത്രങ്ങൾ, പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനുള്ള ഭാഗ്യവും ഈ ഒരു വർഷക്കാലം വന്നു ചേരും. മാനസികമായിട്ടും ശാരീരികമായിട്ടും അത്രമേൽ സുഖം, സമാധാനം, സന്തോഷം നൽകുന്ന തരത്തിലാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കടബാധ്യതകൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, രോഗദുരിതങ്ങൾ, ആശുപത്രിവാസങ്ങൾ ഇതൊക്കെ വിട്ടുമാറും. ശത്രുതകൾ, കേസുവഴക്കുകൾ, എതിർപ്പുകളൊക്കെ മാറും. നിങ്ങളെ എതിർത്തിരുന്നവരൊക്കെ നിങ്ങൾക്ക് അനുകൂലമാകുന്നൊരവസ്ഥ വന്നു ചേരും. അത് നിങ്ങൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിലും നിങ്ങളുടെ കുടുംബജീവിതത്തിലും സുഹൃത്തുക്കളുടെ ഇടയിലുമൊക്കെ നിങ്ങൾ നേരിട്ടിരുന്ന എല്ലാ ശത്രുതകളും വിട്ടുമാറി നിങ്ങൾക്കൊരു സമാധാനം, സുഖം, സന്തോഷം ലഭിക്കുന്ന സമയം. മകരം രാശിക്കാരെ സംബന്ധിച്ച് കാലം വളരെ വളരെ അനുകൂലമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ, നന്മകൾ ലഭിക്കുന്ന ഒരു വർഷക്കാലമാണ് ഇത്. ഈ ഒരു സമയം മകരം രാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ആ ഒരു ജനന ജാതകം കൂടെ ഒന്ന് പരിശോധിച്ച് ജാതകവശാൽ നടക്കുന്ന ഗ്രഹസ്ഥിതിയും അതുപോലെ നടക്കുന്ന ദശാകാലവും ഒക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന ഉത്തമമാണ്. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ മകരം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ വ്യാഴമാറ്റം സർവ്വൈശ്വര്യങ്ങളും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി കുംഭം രാശിക്കാരായ അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്ര ജാതകർക്ക് ഈ വ്യാഴമാറ്റം അത്യുത്തമമായ ഫലങ്ങളാണ് നൽകുന്നത്. വ്യാഴം 5-ാം ഭാവമായ പൂർവ്വപുണ്യസ്ഥാനത്ത് നിങ്ങൾക്ക് സഞ്ചരിക്കുന്ന സമയം. നിങ്ങളുടെ പൂർവ്വപുണ്യസ്ഥാനത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ബുധൻ്റെ രാശിയായ, പൂർവ്വപുണ്യസ്ഥാനത്തിൻ്റെ അധിപതിയായ ബുധൻ്റെ രാശിയായ മിഥുനത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന കാലം നിങ്ങൾക്ക് അത്രമേൽ ഈശ്വരാനുഗ്രഹം, ഭാഗ്യങ്ങൾ, നന്മകൾ വന്നു ചേരുന്ന സമയമാണ്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ ഒരു വർഷക്കാലം നിങ്ങൾക്ക് അനുഭവത്തിൽ വരും. ഏഴരശനിയുടെ അവസാന കാലഘട്ടമായ പാദശനിയിൽ കൂടെ കടന്നു പോകുന്ന നിങ്ങൾക്ക് ഏഴരശനി ദോഷം തന്നെ ഒരു 75% വിട്ടുമാറിയിട്ടുണ്ട്. ഈ ഒരു വർഷക്കാലം വ്യാഴം കൂടെ അനുകൂലത്തിൽ വരുമ്പോൾ നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കുന്ന സമയം. ഒരുപാട് നന്മകൾ, നേട്ടങ്ങൾ, ഭാഗ്യാനുഭവങ്ങൾ കുംഭം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികൾക്കും സ്ത്രീ പുരുഷ ഭേദമന്യേ നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്ന സമയമാണ്. വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം നിങ്ങളെ സംബന്ധിച്ച് ധനത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ധനകാരകനായ ഗ്രഹമാണ്. അപ്പോൾ ധനകാരകനായ വ്യാഴം 5-ാം ഭാവമായ പൂർവ്വപുണ്യസ്ഥാനത്ത് വരുമ്പോൾ സാമ്പത്തിക പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ നിങ്ങളെ വിട്ടുമാറുന്ന കാലഘട്ടമാണ്. കുംഭം രാശിയിൽപ്പെട്ട ഒരു വ്യക്തിയെ സംബന്ധിച്ച് എത്ര വലിയ സാമ്പത്തിക പ്രയാസങ്ങളിൽ കൂടെ അല്ലെങ്കിൽ പണം സംബന്ധിച്ച് പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകളിൽ കൂടെ പോകുന്നവരാണെങ്കിൽ അതൊക്കെ വിട്ടുമാറുന്ന തരത്തിൽ നല്ല നല്ല അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടാകും. നിങ്ങളുടെ കൈകളിലേക്ക് തീർച്ചയായിട്ടും ധാരാളം പണം വന്നു ചേരുന്ന ഒരു വർഷക്കാലമാകും ഇത്. പണം വരുന്നതനുസരിച്ച് നിങ്ങൾക്ക് ചിലവും ഉണ്ടാകും. പക്ഷേ അതൊക്കെ ശുഭ ചിലവുകളായിട്ടായിരിക്കും നിങ്ങൾക്ക് അനുഭവത്തിൽ വരിക. അപ്പോൾ സാമ്പത്തിക പ്രയാസങ്ങൾക്ക്
ഒരു പരിധിവരെ വലിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. നല്ല നേട്ടങ്ങൾ, ഗുണഫലങ്ങൾ ലഭിക്കുന്ന ഒരു സമയം. നിങ്ങളുടെ കുടുംബത്തിലുണ്ടായിരുന്ന പല പ്രയാസങ്ങളും പ്രതിസന്ധികളും വിട്ടുമാറുന്ന സമയം. അത് ദാമ്പത്യ കുടുംബജീവിതത്തിൽ ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിലാണെങ്കിലും സഹോദരങ്ങളുടെ ഇടയിലാണെങ്കിലും സ്വന്തം ബന്ധങ്ങളുടെ ഇടയിലൊക്കെ നിലനിന്നിരുന്ന പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിട്ടുമാറി പരസ്പരം ഒരു അന്യോന്യം, ഒരു സ്നേഹം, ഒരു വിശ്വാസമൊക്കെ വന്നു ചേരുന്ന കാലമാണ്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ വാക്കിനൊരു മതിപ്പ്, വില നൽകാതിരുന്നവർ പോലും ഈ ഒരു വ്യാഴമാറ്റത്തോടു കൂടി നിങ്ങളുടെ വാക്കിനൊരു വില നൽകുന്ന കാലഘട്ടമാണ് നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്നത്. അതുപോലെ നിങ്ങളുടെ കുടുംബത്തിലൊക്കെ അപ്രതീക്ഷിതമായിട്ട് പല മംഗളകാര്യങ്ങളൊക്കെ നടക്കുക, കുടുംബത്തിലുള്ള സ്വന്തം ബന്ധങ്ങളൊക്കെ ഒന്ന് ഒത്തൊരുമിക്കുക, അതിനുള്ള അവസരങ്ങൾ, ഭാഗ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു കാലഘട്ടത്തിൽ കുംഭം രാശിക്കാർക്ക് വന്നു ചേരും. നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത പല വ്യക്തികളുമായിരിക്കും ഈ ഒരു സമയം നിങ്ങൾക്കൊരു സഹായമായിട്ട് വരുന്നതും. അവരുടെ ഒരു സഹായം അല്ലെങ്കിൽ ഒരു സാമീപ്യം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ, നന്മകളൊക്കെ നിങ്ങൾക്ക് നൽകുന്ന തരത്തിലാണ് അനുഭവങ്ങൾ ലഭിക്കുക. നിങ്ങളെ സംബന്ധിച്ച് ചെറുതാണെങ്കിൽ പോലും ഈ ഒരു വർഷക്കാലം നിങ്ങൾക്കൊരു ചെറിയ സമ്പാദ്യം അനുഭവത്തിൽ വരും. നിങ്ങളുടെ കൈകളിലേക്ക് വരുന്ന പണം ആ പാഴ്ചിലവുകളൊക്കെ നഷ്ടപ്പെട്ട് നിങ്ങൾക്കൊരു ശുഭച്ചിലവുകളായിട്ട് മാറുന്ന അനുഭവമാണ് ഉണ്ടാവുക. ഇറങ്ങിത്തിരിക്കുന്ന പല കാര്യങ്ങൾക്കും കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങൾ നേരിട്ടിരുന്ന ആ ഒരു പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, കാലതാമസമൊക്കെ വിട്ടുമാറി പല കാര്യങ്ങളും നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ അനുഭവത്തിൽ വരുന്ന ഒരു സമയമാണ്. കുംഭം രാശിയിൽപ്പെട്ട വിവാഹം കഴിഞ്ഞ് ഒരുപാട് കാലങ്ങളായി ഒരു സന്താന ഭാഗ്യത്തിന് കാത്തിരിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ ഈ ഒരു വർഷക്കാലം നിങ്ങൾക്ക് സന്താന ഭാഗ്യം ലഭിക്കും. സന്താന ഭാഗ്യത്തിനായി നടത്തി വരുന്ന ചികിത്സകൾ പൂർണ്ണ ഫലപ്രാപ്തിയിൽ ലഭിക്കുന്ന ഒരു സമയവുമാണ് കുംഭം രാശിക്കാരെ സംബന്ധിച്ച്. അതുപോലെ നിങ്ങളുടെ സന്താനങ്ങളുടെ കാര്യത്തിലുണ്ടായിരുന്ന പല പ്രയാസങ്ങളും വിട്ടുമാറും. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ കുംഭം രാശിയിൽപ്പെട്ട മാതാപിതാക്കളെ സംബന്ധിച്ച് നിങ്ങളുടെ കുട്ടികൾക്ക് നല്ലൊരു ഭാവി, ജീവിതം, മംഗല്യം ഒക്കെ നടക്കുന്ന ഒരു സമയമാണ്. കുംഭം രാശിയിൽപ്പെട്ട മാതാപിതാക്കളെ സംബന്ധിച്ച് നിങ്ങളുടെ കുട്ടികളിൽ നിന്ന് നിങ്ങൾക്കും മനസ്സിന് സുഖം ലഭിക്കുന്ന, സന്തോഷം ലഭിക്കുന്ന തരത്തിലുള്ള നല്ല നല്ല അനുഭവങ്ങൾ വന്നു ചേരും. പൂർവികപരമായിട്ട് ഭൂമി, സ്വത്തുവകകളൊക്കെ ലഭിക്കാനുണ്ട്, അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ചിട്ടുള്ള എന്തെങ്കിലും കേസ്, വഴക്കുകളൊക്കെ നടന്നിട്ടുള്ളവരാണെങ്കിൽ അതൊക്കെ വിട്ടുമാറി ഈ ഒരു വർഷക്കാലം നിങ്ങൾക്ക് പൂർവികപരമായിട്ട് ലഭിക്കേണ്ട പല നന്മകളും നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയവുമാണ്. ഈ ഒരു സമയം, ഈ ഒരു കാലം കുംഭം രാശിക്കാർക്ക് ഒരുപാട് നേട്ടങ്ങൾ, ഭാഗ്യാനുഭവങ്ങളാണ് നൽകുന്നത്. ഈ സമയത്തെ പരമാവധി പ്രയോജനപ്പെടുത്തുക. കുംഭം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളും ഈ ഒരു കാലം, ഈ ഒരു സമയം നിങ്ങളുടെ സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് ജാതകപ്രകാരമുള്ള ദശാകാലം, മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു പരിഹാരം കൂടെ ചെയ്ത് മുന്നോട്ട് പോയാൽ വളരെ വളരെ ഉത്തമമാണ്. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ കുംഭം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ഒരു വ്യാഴമാറ്റം സർവ്വൈശ്വര്യങ്ങളും നൽകുന്നതാകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മീനം രാശിക്കാരായ പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്ര ജാതകർക്ക് ഈ വ്യാഴമാറ്റം അത്യുത്തമമാണ്. വ്യാഴം നിങ്ങൾക്ക് 4ാം ഭാവമായ കേന്ദ്രസ്ഥാനത്ത്, സുഖസ്ഥാനത്ത് സഞ്ചരിക്കുന്ന ഒരു വർഷക്കാലമാണ്. മീനം രാശിക്കാരെ സംബന്ധിച്ച് പൊതുവെ പറയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ 7ാം ശനി നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. 7ാം ശനിയിലെ ജന്മശനി കാലഘട്ടമെന്ന ഒരല്പം ബുദ്ധിമുട്ടുള്ള കാലഘട്ടത്തിൽ കൂടെ സഞ്ചരിക്കുന്ന വ്യക്തികളാണ് മീനം രാശിയിൽപ്പെട്ട പലരും. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് ഈ ഒരു വ്യാഴമാറ്റമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമെന്ന് പറയുന്നത്. വ്യാഴമെന്ന് പറയുന്ന ഗ്രഹം തന്നെ മീനം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക്, നിങ്ങളുടെ രാശിയുടെ അധിപനും മീന ലഗ്നത്തിൽ ജനിക്കുന്ന നിങ്ങളെ സംബന്ധിച്ച് ലഗ്നാധിപതിയുമാണ്. ജീവനസ്ഥാനം, കർമ്മസ്ഥാനത്തിൻ്റെ അധിപതിയാണ്. ഈ ഒരു വ്യാഴമാറ്റം 4ാം ഭാവമായ കേന്ദ്രസ്ഥാനത്ത് സംഭവിക്കുമ്പോൾ കർമ്മസംബന്ധമായിട്ടുള്ള പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ പൂർണ്ണമായി വിട്ടുമാറും. ഒരു ജോലി ഇല്ലാതിരിക്കുന്ന ഒരു മീനം രാശിയിൽപ്പെട്ട വ്യക്തിക്കാണെങ്കിലും ഈ ഒരു സമയം നിങ്ങൾ പരിശ്രമിച്ചാൽ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ കഴിവിനനുസരിച്ചിട്ടുള്ള ഒരു ജോലി ലഭിക്കുന്ന സമയം. അതുപോലെ കുറേ കാലങ്ങളായി ചെയ്തുകൊണ്ടിരുന്ന ജോലിയിൽ ഒരു വലിയ മാറ്റമില്ല, അല്ലെങ്കിൽ ഉയർച്ചയില്ല, നന്മയില്ല എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഈ ഒരു വ്യാഴമാറ്റത്തോടു കൂടി നിങ്ങളുടെ കർമ്മസംബന്ധമായിട്ട് ഒരുപാട് വലിയ മാറ്റങ്ങൾ, ഉയർച്ചകൾ ലഭിക്കും. അതായത് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ജോലിയിൽ ഒരു പദവി ഉയർച്ച, അല്ലെങ്കിൽ ആഗ്രഹിച്ച സ്ഥലത്തേക്കൊരു പദവി മാറ്റം, ഇടം മാറ്റം, സ്ഥാനമാറ്റം, ഇതൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ്. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കും ഈ ഒരു കാലഘട്ടം വ്യാഴമാറ്റം സംഭവിക്കുമ്പോൾ മുതൽ വിദേശ ജോലിക്കൊക്കെ പരിശ്രമിച്ചാൽ അത് വളരെ ഉത്തമമാണ്. അതുപോലെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ പല പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ വിട്ടുമാറും. കഴിഞ്ഞ ഒരു 3 വർഷക്കാലമായിട്ട് ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങളും, അത് ദാമ്പത്യ കുടുംബജീവിതത്തിലെ പ്രയാസങ്ങൾ, സാമ്പത്തിക പ്രയാസങ്ങൾ, ആരോഗ്യകാര്യങ്ങൾ, അങ്ങനെ പലതരത്തിലുള്ള പ്രയാസങ്ങളിൽ കൂടെ കടന്നു പോകുന്ന മീനം രാശിയിൽപ്പെട്ട പലർക്കും ഈ ഒരു വ്യാഴമാറ്റത്തോടു കൂടി ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ, നന്മകൾ ഉണ്ടാകും. അതുപോലെ വിവാഹ കാര്യങ്ങളുണ്ടായിരുന്ന തടസ്സങ്ങൾ, പ്രയാസങ്ങൾ വിട്ടുമാറി അനുയോജ്യമായിട്ടുള്ള ഒരു മംഗല്യ ഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കുന്ന സമയം.
ഇത്രയും നാളും നിങ്ങൾക്ക് ലഭിക്കാതിരുന്ന ഒരു സുഖം, അത് മാനസികമായിട്ടും ശാരീരികമായിട്ടും നിങ്ങൾക്ക് ലഭിക്കും. 4-ാം ഭാവമായ സുഖസ്ഥാനത്തേക്കാണ് വ്യാഴം വരുന്നത്. അപ്പോൾ ശാരീരികപരമായ ബുദ്ധിമുട്ടുകൾ വിട്ടുമാറി ശരീരത്തിന് സുഖം ലഭിക്കും. മാനസിക പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ വിട്ടുമാറി മനസ്സിന് സമാധാനം, സുഖം, സന്തോഷം, ആത്മവിശ്വാസം വന്നു ചേരുന്ന സമയം. അതുപോലെ നിങ്ങളുടെ മാതാവിൻ്റെ ആരോഗ്യകാര്യങ്ങളിൽ ഉണ്ടായിരുന്ന ആശങ്കകൾ വിട്ടുമാറും. മാതാവിന് ആരോഗ്യമുണ്ടാകും. മാതാവിനെ കൊണ്ട് നിങ്ങൾക്കും ഒരു പ്രയോജനം ലഭിക്കുന്ന സമയം. 4-ാം ഭാവം വീട്, ഗൃഹത്തിനെ കാണിക്കുന്ന ഭാവമായതുകൊണ്ട് പലർക്കും ഈ ഒരു വർഷക്കാലം ഒരു ഗൃഹനിർമ്മാണം ആരംഭിക്കുവാനുള്ള ഒരു സാധ്യതയെങ്കിലും തെളിഞ്ഞു കിട്ടുന്ന സമയം. അതുപോലെ ഒരു ഗൃഹം, താമസിച്ചുകൊണ്ടിരുന്ന ഗൃഹം പുതുക്കി പണിയുവാൻ നിങ്ങൾക്ക് സാധിക്കും. അങ്ങനെയുള്ള ഒരുപാട് നന്മകൾ, നേട്ടങ്ങൾ, മാറ്റങ്ങൾ ഗൃഹസംബന്ധമായിട്ടും ഭൂമി സംബന്ധമായിട്ടും ഒക്കെ നിങ്ങൾക്ക് വന്നു ചേരും. ഈ ഒരു വർഷക്കാലം വ്യാഴം കേന്ദ്രഭാവമായ 4-ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ മീനം രാശിക്കാർ കഴിഞ്ഞ കുറേ വർഷങ്ങളെ അനുഭവിച്ചുകൊണ്ടിരുന്ന എല്ലാവിധ പ്രയാസങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും വിട്ടുമാറും. അത് ആരോഗ്യം സംബന്ധിച്ചും കർമ്മം സംബന്ധിച്ചും ചെയ്യുന്ന ജോലി സംബന്ധിച്ചും ദാമ്പത്യ കുടുംബജീവിതമാണെങ്കിലും സാമ്പത്തികം, കടബാധ്യതകളാണെങ്കിലും എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്കൊരു നല്ല മാറ്റം പ്രതിഫലിക്കുന്ന ഒരു കാലഘട്ടം. വ്യാഴം പ്രപഞ്ചത്തിൻ്റെ തന്നെ പൂർണ്ണശുഭൻ. നിങ്ങൾക്ക് കർമ്മസ്ഥാനത്തിൻ്റെ അധിപതി, നിങ്ങളുടെ രാശിയുടെയും ലഗ്നത്തിൻ്റെയും ഒക്കെ അധിപതിയാണ് വ്യാഴം. വ്യാഴം ധനകാരകനാണ്, പുത്രകാരകനാണ്. അപ്പോൾ ഈ ഒരു വ്യാഴത്തിൻ്റെ 4-ാം ഭാവമായ കേന്ദ്രസ്ഥാനത്തേക്കുള്ള രാശിമാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ, വലിയ നന്മകൾ, നേട്ടങ്ങളാണ് നൽകുന്നത്. ഈ ഒരു സമയം നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകണം. അത് വളരെ ഉത്തമമാണ്. കാരണം ഈ ഒരു ജന്മശനി കാലഘട്ടത്തിൽ, ഏഴരശനിയുടെ കാലഘട്ടത്തിൽ ഇത്രയും നല്ലൊരു വ്യാഴമാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ, നന്മകൾ നൽകുന്ന ഒന്നാണ്. അപ്പോൾ സ്വന്തം ജനന ജാതകത്തിൽ എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരമൊക്കെ ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു വർഷക്കാലം നേട്ടങ്ങളുടെ ഒരു വർഷക്കാലമായിട്ട് മാറുകയും ചെയ്യും. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ മീനം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും സർവ്വൈശ്വര്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും ഈ വ്യാഴമാറ്റം നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി.